നമസ്കാരം. പ്രധാന വാർത്തകൾ. വനിതാ സംവരണം, ഡീലിമിറ്റേഷൻ വിഷയങ്ങളിൽ പാർലമെന്റിൽ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് സ്ത്രീവിരുദ്ധമെന്ന് മഹിളാ മോർച്ച നേതാക്കൾ. സ്ത്രീ ജനതയെ വഞ്ചിക്കുന്ന സമീപനമാണ് ഈ പാർട്ടികൾ പാർലമെന്റിൽ സ്വീകരിച്ചതെന്നും മഹിളാ മോർച്ച. കടുത്ത ചൂട്. പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ കലക്ടർ. ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവ്. ഓൺലൈൻ പഠനം തുടരാം. പൊള്ളുന്ന വേനലിൽ കുളിർ പകരും കാഴ്ചയായി തൂതപ്പുഴയിലെ ഏളാട് മപ്പാട്ടുകര തടയണ. ദിവസവും എത്തുന്നത് നൂറുകണക്കിന് സന്ദർശകർ. 10ഓളം പേർക്ക് ജീവൻ നഷ്ടമായ തടയണയിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാർ. പട്ടാമ്പി പാലക്കാട് റൂട്ടിൽ വാടാനാംകുറിശി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യത്തിൽ. പൂവണിഞ്ഞത് പതിറ്റാണ്ടുകളായുള്ള സ്വപ്നം. പാലത്തിലൂടെ വാഹനങ്ങൾ ഓടി തുടങ്ങി. അവസാന മിനുക്കുപണികൾ പൂർത്തിയാക്കി. ഉദ്ഘാടനം ഉടൻ. മണ്ണാർക്കാട് തോരാപുരത്ത് പ്രവർത്തനം തുടങ്ങിയ സ്വകാര്യ ചിൽഡ്രൻസ് പാർക്കിനെതിരെ നാട്ടുകാർ. കുട്ടികളുടെ റൈഡുകൾക്ക് സുരക്ഷയില്ലെന്നും പാർക്കിന്റെ പ്രവർത്തനം സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്നതായും പരാതി. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ നഗരസഭയിലെത്തി. വനിതാ സംവരണം, ഡീലിമിറ്റേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ പാർലമെന്റിൽ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് സ്ത്രീവിരുദ്ധമാണെന്ന് മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിനി മനോജ് ആരോപിച്ചു. ഒറ്റപ്പാലത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മഹിളാ മോർച്ച നേതാക്കൾ. നയനിർമ്മാണത്തിൽ സ്ത്രീകൾക്കുള്ള പങ്ക് അവരുടെ അവകാശമാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെ അട്ടിമറിക്കാനാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഇടതുപക്ഷവും ശ്രമിക്കുന്നതെന്നും സിനി മനോജ് പറഞ്ഞു. ഏപ്രിൽ 16, 17 തീയതികളിൽ പാർലമെന്റിൽ നടന്ന ചർച്ചകളിൽ സ്ത്രീജനതയെ വഞ്ചിക്കുന്ന സമീപനമാണ് ഈ പാർട്ടികൾ സ്വീകരിച്ചതെന്നും ഇതിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾ വോട്ടിന്റെ കരുത്തിലൂടെ മറുപടി നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഏപ്രിൽ 16 ഭരണഘടനയുടെ 131 ഭേദഗതി അത് പാർലമെന്റിൽ കൊണ്ടുവരികയും അതിന്മേൽ വിശദമായ ചർച്ചകൾ ഏപ്രിൽ 16, 17 തീയതികളിൽ നടത്തുകയും അതിനൊടുവിലായി പ്രതിപക്ഷ എംപിമാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പകുതിയോളം വരുന്ന സ്ത്രീജനങ്ങളെ അവരെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആ ബില്ലിനെ ഒരുമിച്ച് എതിർക്കുകയും ചെയ്ത കാഴ്ച നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഈ ഒരു ബില്ലിനെ അന്ധമായ രാഷ്ട്രീയ വിരോധം മൂലം ഇതിനെ എതിർക്കുക മാത്രമാണ് പ്രതിപക്ഷ എംപിമാർ, കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, CPM തുടങ്ങി നിരവധി പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. ഡെലിമിറ്റേഷൻ ദക്ഷിണേന്ത്യയ്ക്ക് ദോഷകരമാകുമെന്ന പ്രചാരണം വാസ്തവവിരുദ്ധമാണ്. ഭരണഘടനാ ബാധ്യതയായ ഈ പ്രക്രിയയിലൂടെ ദക്ഷിണ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം സംരക്ഷിക്കപ്പെടുമെന്ന് അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. പഞ്ചായത്തുകളിൽ സംവരണം നൽകിയ കോൺഗ്രസ് പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് വാതിൽ അടയ്ക്കുന്ന ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വനിതാക്ഷേമ പദ്ധതികളും വനിതാ ശാക്തീകരണങ്ങളുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിനെ ഈ ഒരു ബില്ലിന്റെ പേരിൽ ഈ ഒരു ബില്ല് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ നന്മയെ മറച്ച് അതിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് പ്രതിപക്ഷ പാർട്ടിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വരും തെരഞ്ഞെടുപ്പിൽ ഈ ഒരു പ്രതിപക്ഷത്തിന്റെ തീരുമാനം കോൺഗ്രസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിലെ ഈ ഒരു തെറ്റായ തീരുമാനത്തിന് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ വില നൽകേണ്ടി വരും. വനിതകൾ ഒറ്റക്കെട്ടായി ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ വോട്ട് ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. വാർത്താസമ്മേളനത്തിൽ BJP ജില്ലാ സെക്രട്ടറി സുമാ ബാബു, വൈസ് പ്രസിഡന്റ് രജിത തുടങ്ങിയവരും പങ്കെടുത്തു. കടുത്ത ചൂട്. പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ കലക്ടർ. ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാനാണ് ജില്ലാ കലക്ടർ ഉത്തരവിട്ടത്. ഉയർന്ന താപനില പരിഗണിച്ച് പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾ, കോളേജുകൾ, കോച്ചിംഗ് സെന്ററുകൾ ഉൾപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫിസിക്കൽ ക്ലാസുകൾ ഏപ്രിൽ 20 മുതൽ ഉടൻ താൽക്കാലികമായി നിർത്തിവെക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കലക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു.
താപനില 37 ഡിഗ്രി സെൽഷ്യസിലോ അതിൽ താഴെയോ 2 തുടർച്ചയായ ദിവസങ്ങൾ രേഖപ്പെടുത്തിയാൽ മാത്രമേ ഉത്തരവ് പിൻവലിക്കപ്പെടുകയുള്ളൂവെന്നും ഉത്തരവിൽ പറയുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 24 മണിക്കൂറിനകം ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കാനും നിർദ്ദേശമുണ്ട്. ഹീറ്റ് സ്ട്രോക്ക്, ഡീഹൈഡ്രേഷൻ എന്നിവയ്ക്കുള്ള സാധ്യത, ക്ലാസ് മുറികളിലെ മിതമായ താപനില, വെന്റിലേഷൻ സൗകര്യങ്ങളുടെ അഭാവം, വരും ദിവസങ്ങളിലെ താപനില കുറയാനുള്ള സാധ്യത കുറവ് എന്നിവ പരിഗണിച്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഒരു വിദ്യാർത്ഥിക്കും അക്കാദമിക് തലത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകരുതെന്നും ഉത്തരവിൽ പറയുന്നു. ഇതിനകം നിശ്ചയിച്ച പരീക്ഷകളും പ്രാക്ടിക്കൽ ക്ലാസുകളും മിതമായ താപനിലയിൽ കുടിവെള്ളം, ORS ലായനി എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് നടത്താം. ഒഴിച്ചുകൂടാൻ പറ്റാത്തതും ഓൺലൈനായി സാധ്യമാകാത്തതുമായ ലബോറട്ടറി, ക്ലിനിക്കൽ, പ്രാക്ടിക്കൽ പരീക്ഷകൾ ചെറിയ ബാച്ചുകളായി 2 മണിക്കൂറിൽ കൂടാത്ത സമയപരിധിക്കുള്ളിൽ മതിയായ വെന്റിലേഷനോടെയും മിതമായ താപനിലയും ഉറപ്പാക്കിക്കൊണ്ട് നടത്താവുന്നതാണ്. ഉത്തരവിൻ്റെ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1077 എന്നതിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 പ്രകാരം നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു. കൊടുംവേനലിൽ സന്ദർശകരുടെ പറുദീസയായി തൂതപ്പുഴയിലെ എളാട് മപ്പാട്ടുകര ചെക്ക് ഡാം. ദിവസവും 100 കണക്കിന് സന്ദർശകർ ഇവിടെ ഉല്ലാസത്തിനായി എത്തുന്നുണ്ട്. എന്നാൽ മതിയായ സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാത്തത് ആശങ്കയാവുകയാണ്. 10ഓളം പേർക്ക് ഈ ചെക്ക് ഡാമിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നതും പേടിപ്പിക്കുന്ന കണക്കാണ്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലായി ഏലംകുളം, കുലുക്കല്ലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് തൂതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചതാണ് എളാട് മപ്പാട്ടുകര ചെക്ക് ഡാം. കാർഷിക ആവശ്യങ്ങൾക്കും ജലസേചന പദ്ധതികൾക്കുമായി നിർമ്മിച്ച ചെക്ക് ഡാം ഇന്ന് വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. കൊടുംവേനലിൽ നാട് വെന്തുരുകുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ചെക്ക് ഡാം കുളിരേകുന്ന കാഴ്ചയാണ്. ഡാമിൽ കുളിക്കാനും ഉല്ലസിക്കാനുമായി നിരവധി പേരാണ് ദൂരദിക്കുകളിൽ നിന്ന് പോലും ഇപ്പോൾ എത്തുന്നത്. വേനൽ കനത്തതോടെ സഞ്ചാരികളുടെ അണമുറിയാത്ത ഒഴുക്കാണ് സായാഹ്നങ്ങളിൽ ഇവിടെ കാണാനാകുന്നത്. വേനലവധിയായതോടെ കുടുംബമായി എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയുമാണ്. പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് പുറമെ സോഷ്യൽ മീഡിയയിൽ കണ്ടും കേട്ടുമറിഞ്ഞാണ് ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തുന്നത്. ചെക്ക് ഡാമിന് പിറകിലായി തല ഉയർത്തി നിൽക്കുന്ന നരിമടക്കുന്നും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. എന്നാൽ വേനൽക്കാലങ്ങളിൽ കണ്ണിനും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിരേകുന്ന ഈ ചെക്ക് ഡാം വലിയ അപകട സാധ്യതാ മേഖല കൂടിയാണ് എന്നത് തിരിച്ചറിയണം. യാതൊരു മുൻകരുതലുകളോ മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ഇല്ലാത്ത ഇവിടെ പ്രായഭേദമന്യേ നിരവധി പേർ അപകടകരമായ രീതിയിൽ ഉല്ലസിക്കാൻ എത്തുന്നത് പ്രദേശവാസികൾക്കും വലിയ ആശങ്ക ആവുകയാണ്. ഇതിനോടകം 10ഓളം പേരാണ് ഇവിടെ മുങ്ങി മരിച്ചത്. സാധാരണ കുളിക്കാനിറങ്ങുന്ന ഭാഗത്തു നിന്നും 50 മീറ്ററോളം മാറിയാൽ എത്തിപ്പെടുന്നത് വളരെയധികം ആഴവും കുഴികളുമുള്ള ഭാഗത്തേക്കാണ്. ഇതറിയാതെ ഈ ഭാഗത്തേക്ക് നീന്തുന്നവരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. സാഹസികതയ്ക്ക് വേണ്ടിയും അമിത ആവേശത്തിനു പുറത്തും ഈ ഭാഗത്തേക്ക് പോകുന്നവർ നിരവധിയാണ്. ഇവിടെ മുന്നറിയിപ്പ് സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൊതുവേ ഞായറാഴ്ചകളിൽ ഇവിടെ ജനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ദൂരദിക്കുകളിൽ നിന്നൊക്കെ ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. ഓരോരുത്തർ വന്നവരിൽ നിന്നുള്ള മെസ്സേജുകൾ കിട്ടിയിട്ട് ആളുകൾ ദൂരദിക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പ്രശ്നമല്ല, ആളുകൾക്ക് വരുന്നതും കാഴ്ചകൾ കാണുന്നതൊക്കെ വളരെ സൗകര്യപ്രദമാണ്, സുന്ദരമാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ അപകട സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടക്ക് 10ലധികം ചെറുപ്പക്കാർ ഇവിടെ മുങ്ങി മരിച്ചിട്ടുണ്ട്. കുട്ടികൾ ഒരു ആവേശത്തിന് വരികയും അങ്ങനെ അവരുടെ സാഹസികത തെളിയിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നീന്താൻ കഴിയുമെന്ന് വിചാരിച്ച് കുട്ടികൾ നീന്തും, പിന്നെ അപ്പുറത്തുള്ള ഒരു പാറക്കല്ലിലേക്ക്, പക്ഷേ അവർക്ക് എത്താൻ കഴിയില്ല. അങ്ങനെ ക്ഷീണിച്ച് അവർ താഴ്ന്നു പോയാൽ ഒരു 10-15 അടി താഴ്ചയിലേക്ക് പോകുന്നൊരു രംഗമാണ്. അപ്പോൾ ഇത് വളരെ പ്രയാസം സൃഷ്ടിക്കേണ്ട നാട്ടുകാരായ ഞങ്ങൾക്ക്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഗൗരവമേറിയ ഒരു പരിഹാരം ഇവിടെ കാണണമെന്നുള്ളതാണ് നാട്ടുകാരുടെ മൊത്തത്തിലുള്ള ആവശ്യം. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അധികാരികളുടെ മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് ഇവിടെ വേണ്ടത് ഒരു സ്ഥിരം ഒരു വാച്ച്മാനെ ആവശ്യമാണ്.
ഒരു ഗൈഡ് ഇവിടെ ഉണ്ടെങ്കിൽ കുറേ ആളുകൾക്കൊരു നിയന്ത്രണം ഉണ്ടാകും. ആളുകൾ വെള്ളത്തിൽ ചാടുന്നതിൻ്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ അവർക്ക് നിർദ്ദേശിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നവർക്ക് ലൈഫ് ജാക്കറ്റ് നൽകുക എന്നുള്ള ഒരു സംഭവം അധികാരികൾ എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വരും. ഏകദേശം ഒരു 10-15 ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ മുങ്ങി മരിച്ചത്. നാട്ടുകാരൊക്കെ അതിന് സാക്ഷികളായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള വലിയ കരുതൽ ആവശ്യമാണ് എന്നാണ് വീണ്ടും ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത്. ചെക്ക് ഡാമിൽ കുളിക്കാനെത്തുന്നവർ മാലിന്യം നിക്ഷേപിക്കുന്നതും ഇവിടുത്തെ പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ചെക്ക് ഡാമിൽ നിന്നും കേവലം 100 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല വിതരണ പദ്ധതിയുടെ പമ്പ് ഹൗസിലേക്കാണ് ഈ മാലിന്യങ്ങളെല്ലാം ഒഴുകിയെത്തുന്നത്. കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സമയങ്ങളിൽ ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ച് പ്രദേശത്തെ അപകട സാധ്യത കുറയ്ക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും അനാശാസ്യ പ്രവണതകളും ഇവിടെ കണ്ടുവരുന്നതായി നാട്ടുകാർ പറയുന്നു. അധികാരികൾ വേണ്ട ഇടപെടൽ നടത്തിയാൽ മാത്രമേ പ്രകൃതി കനിഞ്ഞേകിയ ഈ വശ്യമനോഹാരിത നിലനിർത്താനാവൂ എന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, ചെർപ്പുളശ്ശേരി. ഇവിടേക്കൊരു ബാക്കിലേക്കൊരു നടപ്പാതുണ്ട്. അത് വളരെ അപകടകരമായ രീതിയിലാണ്, വളരെ നാരോ ആയിട്ടുള്ള ചെറിയ ഒരു വഴിയാണത്. അപ്പോൾ അതിൽ നിന്ന് വന്ന് അശ്രദ്ധമായിട്ട് നടന്നാൽ താഴേക്ക് വീണാൽ ഒരു 20 അടി താഴ്ചയിൽ കോൺക്രീറ്റാണ്. ആളുകൾ വലിയ പരിക്ക് പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനൊക്കെ പുറമെ ഈ ആളുകൾ പല ദിക്കുകളിൽ നിന്ന് വരുമ്പോൾ ഇവിടെ മലിനീകരണത്തിൻ്റെ വലിയൊരു പ്രയാസം നേരിടുകയാണ്. വേസ്റ്റുകൾ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അതുപോലെ തന്നെ പാമ്പേഴ്സ് തുടങ്ങിയ വസ്തുക്കളൊക്കെ ഇവിടെ കൊടുന്ന് പുഴയിൽ നിക്ഷേപിക്കുന്ന വലിയൊരു പരിസ്ഥിതി മലിനീകരണവും ഇവിടെ നേരിടുന്ന ഒരു ആണ്. അതുപോലെ തന്നെ അനാശാസ പ്രവണതകൾ, ലഹരി ഉപയോഗം തുടങ്ങിയ മറ്റു സംഗതികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രയാസം. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികാരികളോട്, അത് ഗ്രാമപഞ്ചായത്ത് മുതൽ ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും അതുപോലെ MP MLA ലെവലിലൊക്കെ എല്ലാവരുടെയും സത്വരമായ സജീവമായ ഒരു ശ്രദ്ധ ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്നാണ് വളരെ ഗൗരവത്തിൽ നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അത് ഇത്രയും ഗൗരവമേറിയ വിഷയമാണ്. ആളുകളുടെ ജീവൻ്റെ പ്രശ്നമാണ്. അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ പ്രശ്നമാണ്. നമുക്കറിയാം, ഇവിടെ വണ്ടികൾ കഴുകുമ്പോൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ഇതിൻ്റെ 100 മീറ്റർ അപ്പുറത്താണ് ഈ ശുദ്ധജലത്തിനുള്ള മോട്ടോർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് നേരിട്ട് ഈ മലിനജലമാണ് ആളുകൾക്ക് കുടിക്കാൻ പോലും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വളരെ ശോചനീയമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ അനുഭവപ്പെടുന്ന ഈ പ്രയാസം, ഈ പ്രതിസന്ധി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകിച്ച് വേനൽ കടുത്തപ്പോൾ, ചൂട് കഠിനമായപ്പോൾ ആളുകളൊരു പുതിയ ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുത്ത് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വരുന്നവരെ തടുക്കാൻ ഒരിക്കലും കഴിയില്ല. പക്ഷേ വരുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് അധികാരികൾ കണ്ണടച്ച് അത് കണ്ടില്ലെന്ന് നടിച്ചു കഴിഞ്ഞാൽ ഇനിയും ദുരന്തങ്ങൾ ആവർത്തിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നാട്ടുകൾ 53-ാം മൈലിൽ കണ്ടെയ്നർ ലോറിയും ചരക്ക് ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചു. കണ്ടെയ്നർ ലോറിയുടെ ക്യാബിൻ തകർന്നുവെങ്കിലും ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെ 4:45 53-ാം മൈൽ വളവിലായിരുന്നു അപകടം. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ട്രെയിലർ ലോറിയും എതിരെ വന്ന ചരക്ക് ലോറിയും തമ്മിലാണ് 53-ാം മൈൽ വളവിൽ പുലർച്ചെ 4:45 അപകടത്തിൽപ്പെട്ടത്. ട്രെയിലർ ലോറി ചരക്ക് ലോറിയുടെ ലോഡ് ബോഡിയിലാണ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ട്രെയിലർ ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നു. എന്നാൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചരക്ക് ലോറിയുടെ ഡീസൽ ടാങ്ക് പൊട്ടി റോഡിലാകെ പരന്നിരുന്നു. മണ്ണാർക്കാട്ടെയും പെരിന്തൽമണ്ണയിലെയും അഗ്നിശമന സേനയെത്തി ഡീസൽ അംശം പാതയിൽ നിന്ന് നീക്കം ചെയ്തു. ഏറെ നേരം ഗതാഗത തടസ്സവും ഉണ്ടായി. പോലീസെത്തി ക്രെയിൻ ഉപയോഗിച്ചാണ് ഇരുവാഹനങ്ങളും നീക്കം ചെയ്തത്. പതിറ്റാണ്ടുകളായുള്ള തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് ഓങ്ങല്ലൂർ വാടാനാംകുറിശ്ശിക്കാർ. പട്ടാമ്പി പാലക്കാട് റൂട്ടിൽ വാടാനാംകുറിശ്ശിയിൽ എത്തുമ്പോൾ ഇനി കുരുക്കിൽപ്പെടാതെ സുഖമായി സഞ്ചരിക്കാം. വാടാനാംകുറിശ്ശി റെയിൽവേ ഓവർബ്രിഡ്ജ് എന്ന ആ സ്വപ്നം ഇപ്പോൾ കൺമുന്നിൽ പൂവണിഞ്ഞിരിക്കുന്നു. 90% പണികൾ പൂർത്തിയായ പാലത്തിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങി. അവസാന മിനുക്കുപണികൾ കൂടി പൂർത്തിയാക്കിയാൽ പാലത്തിന്റെ ഉദ്ഘാടനവും ഉണ്ടാകും.
പതിറ്റാണ്ടുകളായി വാടാനാംകുറിശ്ശിക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഒരു ഗ്രാമത്തിൻ്റെ തീരാശാപമായ കുരുക്കിന് പരിഹാരമായി കഴിഞ്ഞു. വാടാനാംകുറിശ്ശി റെയിൽവേ മേൽപ്പാലത്തിലൂടെ കഴിഞ്ഞ ദിവസം മുതൽ വണ്ടികൾ ചീറിപ്പാഞ്ഞു പോയി തുടങ്ങിയപ്പോൾ പൂവണിഞ്ഞത് ഒരു നാടിൻ്റെ വികസന സ്വപ്നങ്ങൾ മാത്രമല്ല, മാറിയത് ആ നാടിൻ്റെ മുഖച്ഛായ തന്നെയാണ്. ഇതുവഴി സഞ്ചരിച്ചവർ ഒരിക്കലെങ്കിലും വാടാനാംകുറിശ്ശി റെയിൽവേ ഗേറ്റിൽ കുടുങ്ങാതിരിക്കില്ല. ചിലപ്പോഴൊക്കെ ആ കുരുക്ക് മണിക്കൂറുകൾ നീളും. ഗേറ്റടവിൽ കുടുങ്ങിയാൽ പിന്നെ ബസ്സുകാരുടെയൊക്കെ കാര്യം കഷ്ടമാണ്. പാലക്കാട്, ഗുരുവായൂർ, പെരിന്തൽമണ്ണ പ്രധാന പാതയായതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ നിര കിലോമീറ്റർ നീളും. ഇത് സഹിക്കുകയല്ലാതെ മറ്റൊരു വഴിയും അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഇപ്പോൾ മേൽപ്പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നത്. 90% പണികൾ പൂർത്തിയായ പാലത്തിലൂടെ കഴിഞ്ഞ ദിവസം മുതൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങി. 2021 ആരംഭിച്ച പ്രവൃത്തികൾ നിശ്ചയിച്ച സമയത്തിനകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് ഈ പാലത്തിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണുമ്പോൾ അതിരില്ലാത്ത സന്തോഷം തന്നെയാണ് ഈ നാട്ടുകാർക്ക്. 680 മീറ്റർ നീളത്തിൽ 10.15 മീറ്റർ വീതിയിൽ 2 വരി റോഡും നടപ്പാതയോടും കൂടിയാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. 32.49 കോടി രൂപയാണ് ചിലവ്. ഇനി നടവഴിയിൽ ഇന്റർലോക്ക് പതിക്കുന്നതും ചില ഭാഗത്ത് കൈവരികളുടേതും ഉൾപ്പെടെയുള്ള പണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതുകൂടി പൂർത്തിയാക്കിയാൽ ഇലക്ഷൻ റിസൾട്ടിനു ശേഷം പാലത്തിൻ്റെ ഉദ്ഘാടനമുണ്ടാകും. ആ ചരിത്ര നിമിഷത്തിന് കാത്തിരിക്കുകയാണ് വാടാനാംകുറിശ്ശിക്കാരും ഇതുവഴി യാത്ര ചെയ്യുന്നവരും. മണ്ണാർക്കാട് തോരാപുരത്ത് പ്രവർത്തനം തുടങ്ങിയ സയാ പാർക്കിനെതിരെ പരാതിയുമായി പ്രദേശവാസികളും സന്ദർശകരും. കുട്ടികൾക്കായി സ്ഥാപിച്ച റെയ്ഡുകളിൽ സുരക്ഷ ഒരുക്കിയില്ലെന്നും പാർക്കിന്റെ പ്രവർത്തനം സ്വൈര്യജീവിതത്തെ ബാധിച്ചതുമായാണ് പരാതി. നഗരസഭയ്ക്ക് 10 ദിവസം മുമ്പ് നൽകിയ പരാതിയിൽ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് പൊതുപ്രവർത്തകൻ സാലി അബൂബക്കറിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ നഗരസഭയിലെത്തി. ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കേണ്ടത് മുനിസിപ്പാലിറ്റിന്നാണ്. ഇതുവരെ കൊടുത്തിട്ടില്ല. അത് എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് അറിയില്ല. കാരണം അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് MLA-യും ചെയർപേഴ്സണുമാണ്. പിന്നെ അതിൻ്റെ മുകളിലൊരു നടപടി ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മുനിസിപ്പാലിറ്റി ഈ രീതിയിലുള്ള നിരുത്തരപരമായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. 10 ദിവസമായിട്ട് കയറി ഇറക്കാം. ജനങ്ങൾക്ക് ജീവിക്കേണ്ട അവിടെ. തോരാപുരത്ത് കുറഞ്ഞ വിസ്തൃതിയുള്ള സ്ഥലത്താണ് സ്വകാര്യ പാർക്ക് പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ ഇവിടെ എത്തുന്നതാവട്ടെ ആയിരക്കണക്കിന് ആളുകളും. അവധി ദിനങ്ങളിൽ പാർക്കിൽ തിരക്ക് വർദ്ധിക്കും. പ്രധാനമായും കുട്ടികൾക്കുള്ള റെയ്ഡുകളാണ് പാർക്കിലുള്ളത്. മുതിർന്നവർക്ക് സായാഹ്നങ്ങളിൽ വന്നിരിക്കാനുള്ള സൗകര്യത്തോടെയാണ് പാർക്ക് പ്രവർത്തിക്കുന്നത്. എന്നാൽ റെയ്ഡുകളിൽ നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ കുട്ടികൾ ഒരേ സമയം കയറുന്നുണ്ട്. ഇത് നിയന്ത്രിക്കാൻ സുരക്ഷാ ജീവനക്കാരില്ല എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകുമെന്ന് പൊതുപ്രവർത്തകൻ സാലി അബൂബക്കർ പറഞ്ഞു. 17-ാം വാർഡിൽ ഇപ്പോൾ ഒരു ചെറിയൊരു പാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സായ ബേക്കറി എന്ന് പറഞ്ഞ പേരിൽ അവരുടെ ചെറിയൊരു 10 സെൻറ്റ് സ്ഥലത്തിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു പാർക്ക് പോലെ തുടങ്ങിയിട്ടുണ്ട്. ഈ സംവിധാനം യൂട്യൂബർമാർ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഒരുപാട് ജനങ്ങൾ അത് ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളാണ് ആ ഏരിയയിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചുറ്റുവട്ടത്തുള്ള പരിസര പ്രദേശങ്ങളിലെ ആളുകൾക്ക് ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാൾക്ക് നാൾ അത് കൂടുക എന്നല്ലാതെ കുറയുന്നില്ല. അതിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലവും ഏരിയയും സ്പേസും ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ വന്ന് അന്വേഷിച്ചപ്പോൾ അതിന് ലൈസൻസ് ഉണ്ടോ എന്ന് വെച്ചപ്പോൾ അതിൽ ലൈസൻസ് കൊടുത്തിട്ടില്ല. കാരണം അത് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥാപനമല്ലാത്തതുകൊണ്ട് ലൈസൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കും ഒരു ക്ലാരിറ്റി ഇല്ല. വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തപ്പോൾ അവർക്കും ക്ലാരിറ്റി ഇല്ല. ഇപ്പോൾ 10 ദിവസമായിട്ട് പൊതുജനങ്ങൾ അവിടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 10 ദിവസമായിട്ടും ഒരാളും വന്ന് ഇൻസ്പെക്ഷൻ നടത്താനോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും ഇതുവരെ തുനിഞ്ഞിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ വീണ്ടും മുനിസിപ്പാലിറ്റി വരികയും മുനിസിപ്പാലിറ്റി അധികൃതരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല, ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അവർക്കും മറുപടി തരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ ഒരുപാട് ക്രൗഡാണ് വരുന്നത്. കാരണം 10 സെൻറ്റ് സ്ഥലത്തിലൊക്കെ 500-1000 ആളുകളൊക്കെ വന്നു വരുന്നു. ഒരു സാറ്റർഡേക്ക് അവിടെ വരുമ്പോൾ 1000-500 ആൾക്കാരാണ് വരുന്നത്. അതിൽ കുട്ടികൾ തന്നെ പല റൈഡുകളിലും അനിയന്ത്രിതമായിട്ടുള്ള രീതിയിലാണ് അവിടെ പല റെയ്ഡുകളും നടക്കുന്നത്. ആ റെയ്ഡുകളിലൊക്കെ പെട്ട് ഏതെങ്കിലും കുട്ടികൾക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞാലും നാളെ ഇതേ മുനിസിപ്പാലിറ്റിയാണ് ഉത്തരവാദിത്വം പറയേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ആ പരിസര പ്രദേശത്തുള്ള ജനങ്ങൾക്കും
അവിടുത്തെ ആളുകൾക്ക് മൊത്തം നൽകണമെന്ന് മുനിസിപ്പാലിറ്റിയോട് വീണ്ടും അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് മുനിസിപ്പാലിറ്റി വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു അടിയന്തര പെറ്റീഷൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ അധികൃത ആരാച്ചാൽ അത് പെട്ടെന്ന് വന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം റെയ്ഡിൽ നിന്ന് 5 വയസ്സുകാരൻ വീണിരുന്നു. ഭാഗ്യം കൊണ്ടാണ് അപകടം ഒഴിവായത്. പാർക്ക് തുടങ്ങുന്നതിനുള്ള ഒരു മാനദണ്ഡങ്ങളും മതിയായ ജീവനക്കാരുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. പാർക്കിലേക്ക് എത്തുന്നവരുടെ ബഹളം കാരണം സമീപത്തെ വീടുകളിൽ സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് പ്രദേശവാസികൾ നഗരസഭയ്ക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ഇവിടെ നിന്നുള്ള ബഹളം കാരണം കുട്ടികൾക്ക് പഠിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയുണ്ട്. മാത്രമല്ല, ഇടുങ്ങിയ റോഡിൽ പാർക്കിലേക്ക് വരുന്നവരുടെ വാഹനത്തിരക്ക് കാരണം പ്രദേശവാസികൾക്ക് വീടുകളിൽ നിന്ന് വാഹനം പുറത്തിറക്കാൻ കഴിയുന്നില്ലെന്നും പ്രദേശത്തുകാർ പറഞ്ഞു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കി പ്രദേശവാസികൾക്ക് ശല്യമില്ലാത്ത വിധത്തിൽ പാർക്ക് പ്രവർത്തിക്കുന്നതിനോട് തങ്ങൾക്ക് എതിർപ്പില്ല. ഒരു സുരക്ഷയുമില്ലാതെ പ്രവർത്തിക്കുന്ന പാർക്ക് അടിയന്തരമായി നിർത്തിവെക്കണമെന്നും കൗൺസിലർ CP പുഷ്പാനന്ദൻ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തോരാപുരം നെഞ്ചപ്പ നഗറിലെ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ആ പ്രദേശം സ്വൈര്യമായി നിന്നിരുന്ന അവസ്ഥ മാറി വാഹന തിരക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുമായിട്ട് അവിടെ സായ പാർക്ക് എന്നുള്ള പാർക്ക് തുടങ്ങിയിട്ടുണ്ട്. ആ പാർക്ക് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഗതാഗത യോഗ്യമായ റോഡോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു പ്രദേശമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ അറിയാൻ സാധിച്ചു, പാർക്കിൽ നിന്ന് ഏതോ കുട്ടി ആ അതിൻ്റെ ഏതിലോ പങ്കെടുത്തപ്പോൾ തെറിച്ചു വീണു. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ അവിടുത്തെ കൗൺസിലർ എന്നുള്ള രീതിയിൽ അവിടുത്തെ ആളുകൾ എന്നോട് വന്ന് ചോദിച്ചു, ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നുള്ളതാണ് ചോദ്യം. അപ്പം അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നുള്ളത് മുനിസിപ്പാലിറ്റി അടുത്ത് വെച്ച് അവരുടെ ലൈസൻസ് എടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ കണ്ടമാനം ജനങ്ങൾ വന്ന് അവിടെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ചില ദിവസങ്ങളിൽ ആഴ്ചയിൽ 3-4 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും അത് കൂടെ പോകാൻ പറ്റാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ വാഹന തിരക്ക് കാരണം ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ അവിടെ വന്ന് നോക്കിയറിയാം ആ റോഡുകളെ വീതിയും, അല്ലെങ്കിൽ അവിടെ നെഞ്ചപ്പ നഗർ അതുപോലെ തോരാപുരം നിവാസികൾക്കൊക്കെ അവർക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോഡ് മാത്രമാണ് അവിടെ ഉള്ളത്. അതേസമയം നഗരസഭയ്ക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയെന്നും പാർക്കിന് നഗരസഭ ലൈസൻസ് നൽകിയിട്ടില്ലെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. അതുകൊണ്ട് തന്നെ പാർക്കിൽ എത്തുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആരാണെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നു. പ്രദേശവാസികളായ സൂരജ് ജോസഫ്, സീമ, ശ്രീനിവാസൻ, രാമകൃഷ്ണൻ എന്നിവരാണ് നഗരസഭയിലെത്തിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കടുത്ത വേനലിൽ ജലക്ഷാമം നേരിടുന്ന ജനങ്ങൾക്ക് ആശ്വാസമേകേണ്ട ഒറ്റപ്പാലം കണ്ണിയമ്പുറം പമ്പ് ഹൗസ് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ വൈകുന്നു. കണ്ണിയമ്പുറം പനമണ്ണ റോഡിൽ തോട്ടുപാലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന പഴയ പമ്പ് ഹൗസ് പ്രവർത്തന സജ്ജമാകാത്തത് പ്രദേശത്തെ ജലവിതരണത്തെ പ്രതികൂലമായി ബാധിക്കുകയാണ്. ചെറുകിട കുടിവെള്ള പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ കേന്ദ്രം തുറക്കാൻ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും പദ്ധതി ഇതുവരെ പ്രായോഗിക തലത്തിൽ എത്തിയിട്ടില്ല. പമ്പ് ഹൗസ് സജ്ജമായാൽ കണ്ണിയമ്പുറം പനമണ്ണ മേഖലകളിലേക്ക് ആവശ്യാനുസരണം മാറി മാറി വെള്ളമെത്തിക്കാൻ സാധിക്കുമായിരുന്നു. മുമ്പ് ഈ പമ്പ് ഹൗസിലെ ബോർവെൽ വഴിയായിരുന്നു പ്രദേശത്ത് ജലവിതരണം നടത്തിയിരുന്നത്. പിന്നീട് വരോട് ചേരിക്കുന്നിൽ ജല അതോറിറ്റിയുടെ പുതിയ ജലസംഭരണി നിലവിൽ വന്നതോടെയാണ് ഇതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചത്. നിലവിൽ ചേരിക്കുന്നിൽ നിന്ന് തോട്ടക്കര, കണ്ണിയമ്പുറം, പനമണ്ണ മേഖലകളിലേക്കാണ് വെള്ളമെത്തുന്നത്. എന്നാൽ ചെർപ്പളശ്ശേരി റോഡ് നവീകരണവും പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കുന്നതും കാരണം 3-4 ദിവസം കൂടുമ്പോൾ മാത്രമാണ് നിലവിൽ ജലവിതരണം നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾ ഏറെ ബുദ്ധിമുട്ടിലാണ്. പ്രധാന ലൈനുകളിൽ വെള്ളമെത്താൻ വൈകുന്ന ദിവസങ്ങളിൽ പമ്പ് ഹൗസ് വഴി വിതരണം നടത്തി പ്രതിസന്ധി പരിഹരിക്കാനായിരുന്നു അധികൃതർ ലക്ഷ്യമിട്ടിരുന്നത്. ഇത് ജല അതോറിറ്റി മുഖാന്തരം പ്രവർത്തിപ്പിക്കാൻ ഹെഡ് ഓഫീസിൽ നിന്നുള്ള അനുമതി ആവശ്യമാണ്. ഇതിന് കാലതാമസമെടുക്കുമെന്നതിനാൽ വേനൽ പരിഗണിച്ച് താൽക്കാലികമായി പമ്പ് ഹൗസ് പ്രവർത്തിപ്പിക്കാൻ നഗരസഭയ്ക്ക് ജല അതോറിറ്റി നേരത്തെ കത്ത് നൽകിയിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ തുടർ നടപടികൾ വൈകുന്നത് നാട്ടുകാർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എത്രയും വേഗം പമ്പ് ഹൗസ് പ്രവർത്തനക്ഷമമാക്കി ജലക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒറ്റപ്പാലം നഗരസഭയിലെ പനമണ്ണ സൗത്ത്, കണ്ണിയമ്പുറം മേഖലകളിൽ കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായി അനുഭവപ്പെടുകയാണ്. ഈ അറ്റ വേനലിലും നമ്മുടെ തടയണയിൽ ഉൾപ്പെടെ ധാരാളം വെള്ളമുണ്ടായിട്ടും
വാട്ടർ അതോറിറ്റിക്ക് കൃത്യമായിട്ട് അത് വാർഡ് പ്രദേശങ്ങളിലും ജനങ്ങൾക്കും എത്തിക്കാൻ സാധിക്കുന്നില്ല. 1.5 ദിവസമായിട്ട് വന്നിരുന്ന വെള്ളം ഇപ്പോൾ 4-5 ദിവസം കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ. ഈ ഒരു അവസ്ഥയിൽ പനമണ്ണ മേഖലയിലുള്ള ഒരു കുടിവെള്ള സ്രോതസ് നമ്മുടെ കണ്ണിയാമ്പ്രം പനമണ്ണ റോഡിലെ പാലത്തിന് സമീപത്ത് മുൻപ്, അതായത് ഈ പറയുന്ന കുടിവെള്ള പദ്ധതി വരുന്നതിന് മുൻപ് പ്രവർത്തിപ്പിച്ചിരുന്ന ഏറ്റവും വലിയൊരു കുടിവെള്ള സ്രോതസ്സായിരുന്നു പനമണ്ണയിലുള്ള പമ്പ് ഹൗസ്. എന്നാൽ അത് ഇന്ന് യാതൊരു നടപടികളും സ്വീകരിക്കാതെ അത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണുള്ളത്. കഴിഞ്ഞ ഒറ്റപ്പാലം നഗരസഭയിൽ ഞാൻ കൗൺസിലർ ആയിരുന്ന സമയത്ത് ഒറ്റപ്പാലം നഗരസഭയുടെ ചെയർപേഴ്സണും അതുപോലെ അന്നത്തെ കൗൺസിലും ഈ കുടിവെള്ള പദ്ധതി അവിടെ പുനഃസ്ഥാപിക്കാനും പുതിയ മോട്ടോർ സ്ഥാപിക്കാനും അതിൽ നിന്ന് ഈ വാട്ടർ അതോറിറ്റി പൈപ്പിലേക്ക് ഇന്റർലിങ്കിങ് ചെയ്ത് കുടിവെള്ള വിതരണം കണ്ണിയമ്പുറത്തേക്കും പനമണ്ണയ്ക്കും സമയബന്ധിതമായി നടത്തുന്നതിനും വേണ്ട തീരുമാനങ്ങളെടുത്ത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന് ഈ പറയുന്ന കുടിവെള്ള പദ്ധതി പുനഃസ്ഥാപിക്കാൻ വേണ്ട തുക ഉൾപ്പെടെ കൈമാറിയതാണ്. എന്നാൽ പുതിയ ഭരണസമിതി വന്നിട്ടും ഈ പറയുന്ന കുടിവെള്ള പദ്ധതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഈ കുടിവെള്ളം കിട്ടാത്ത ദുരിതമോ ഒറ്റപ്പാലം നഗരസഭയും വാട്ടർ അതോറിറ്റിയും കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോഴിക്കോട് പാലക്കാട് ദേശീയ പാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കരിങ്കല്ലത്താണി തൊടുകാപ്പ് ഇക്കോ ടൂറിസം പരിസരത്ത് ഇത്തവണ ഫയർ ബെൽറ്റ് നിർമ്മിച്ചിട്ടില്ല. വേനൽ കഠിനമായതിനാൽ തീ പടരാനുള്ള സാധ്യത ഏറെയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള നിക്ഷിപ്ത വനമേഖലയാണിത്. വേനൽ ചൂട് കനക്കുന്നതിന് മുന്നേ കാട്ടുതീ തടയുന്നതിന്റെ ഭാഗമായി എല്ലാ വർഷവും ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് ചുറ്റും ഫയർ ബെൽറ്റ് നിർമ്മിക്കാറുണ്ട്. കൊടും വേനലെത്തിയിട്ടും ഇത്തവണ ഫയർ ബെൽറ്റിന്റെ നിർമ്മാണം നടന്നിട്ടില്ല. ഈ വനമേഖലയ്ക്ക് നടുവിലൂടെയാണ് ദേശീയപാത കടന്നുപോകുന്നത്. ഒരാളുടെ അശ്രദ്ധ മതി തീ പടരാൻ. വംശഭീഷണി നേരിടുന്ന സസ്യങ്ങളും മൃഗങ്ങളും ധാരാളമുള്ള വനമാണിത്. ഇവയുടെ സംരക്ഷണമെങ്കിലും കണക്കിലെടുത്ത് അടിയന്തരമായി ഫയർ ബെൽറ്റ് നിർമ്മിക്കണമെന്ന് പ്രദേശവാസിയും വനസംരക്ഷണ സമിതി മുൻ പ്രസിഡന്റുമായ കൂരിയാസീസ് ആവശ്യപ്പെട്ടു. പൊടിയും ചൂടത്ത് പോലും വേനലിനും ഇതിൻ്റെ പരിസരങ്ങൾ ഫയർ ബെൽറ്റ് ഇടാതെ സംരക്ഷിക്കപ്പെടാതെ നിൽക്കുന്നത് കാണുന്നു. ഇവിടെ ഒരുപാട് സസ്യങ്ങളും മരങ്ങളും അതുപോലെ തന്നെ പക്ഷിമൃഗാദികളും തൊട്ടടുത്ത് ഒരുപാട് വീടുകളും അതുപോലെ തന്നെ കടകളുമുള്ള ഒരു ടൗൺഷിപ്പിൻ്റെ അടുത്താണ് ഈ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓരോ ദിവസവും നിരവധി സഞ്ചാരികൾ വരുന്ന ഇടം കൂടിയാണിത്. ദേശീയപാതയ്ക്കരികെ തണലുള്ളതിനാൽ വാഹനം നിർത്തി ആളുകൾ ഇവിടെ വിശ്രമിക്കാറും പതിവാണ്. നിരവധി വീടുകളും കടകളും വനത്തിനോട് ചേർന്നുണ്ട്. അബദ്ധത്തിലെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നതിന് മുന്നേ ബെൽറ്റ് നിർമ്മിക്കാനുള്ള നടപടി വനംവകുപ്പ് സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയായ KT മൊയ്തു പറഞ്ഞു. മുൻ വർഷങ്ങളിലൊക്കെ ഈ ഫയർ ബെൽറ്റ് സമയബന്ധിതമായിട്ട് കൊടും വേനൽ വരുന്നതിന് മുമ്പ് തന്നെ നിർമ്മിച്ച് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇത് ഏറ്റവും വലിയ ചൂട് രേഖപ്പെടുത്തുന്ന ഈ അവസരത്തിൽ ഇതുവരെയും ഫയർ ബെൽറ്റ് സ്ഥാപിച്ച് കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ദേശീയപാതയുടെ ഓരോ യാത്രക്കാരെ ഒരു ബീഡി സിഗരറ്റിൻ്റെ ഒരു ചെറിയ അശ്രദ്ധ മതി വൻ ദുരന്തം വരുത്തി വെക്കാൻ. അപ്പോൾ ഇതിനൊരു എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു അറുതി വരുത്തണം. ഫയർ ബെൽറ്റ് ഉടൻ പുനഃസ്ഥാപിക്കണം എന്നാണ് പറയാനുള്ളത്. തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള നിക്ഷിപ്ത വനമേഖലയാണ് തൊടുക്കാപ്പ്. കരിങ്കല്ലത്താണി തൊടുകാപ്പ് ഇക്കോ ടൂറിസം പരിസരത്ത് മാലിന്യം തള്ളൽ തടയാൻ ശാശ്വത പരിഹാരമായില്ല. വേനൽ ചൂടിൽ മാലിന്യങ്ങളിൽ തീ പടരുമോ എന്ന ആശങ്കയുമുണ്ട്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന കരിങ്കല്ലത്താണി തൊടുക്കാപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ഒരു വശത്താണ് മാലിന്യം തള്ളൽ പതിവായി നടക്കുന്നത്. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ ഗ്രാമപഞ്ചായത്ത് നീക്കം ചെയ്യാറാണ് പതിവ്. തെർമോക്കോൾ പ്ലേറ്റുകളും കുട്ടികളിൽ ഉപയോഗിച്ച് തള്ളുന്ന ഡയപ്പറുകളുമാണ് കൂടുതൽ. കാലങ്ങളായി തൊടുക്കാപ്പിന്റെ ശാപമാണ് മാലിന്യം. മാലിന്യം നീക്കുകയല്ലാതെ ഈ വിഷയത്തെ തടയാനുള്ള ഫലവത്തായ മാർഗങ്ങൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ ആരും തയ്യാറാവുന്നില്ല. മുക്കിലും മൂലയിലും വരെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് ഈ ടൂറിസം കേന്ദ്രത്തിനു പരിസരത്ത് ക്യാമറകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ സമയം ചെലവിടാനായി എത്തുന്ന സ്ഥലം കൂടിയാണ് തൊടുക്കാപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രം. വേനൽ ചൂട് കഠിനമായതിനാൽ മാലിന്യത്തിൽ നിന്നും തീ പടരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പ്രമുഖ സൂഫി വര്യൻ നൂരി ഷാ ജീലാനി തങ്ങൾ ഹൈദരാബാദിൽ നിന്ന് പ്രബോധനാർത്ഥം കേരളത്തിലെത്തിയതിന്റെ 75 വർഷം തികയുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആഘോഷ മഹാസമ്മേളനം 22-ന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. രാത്രി 7 മണിക്ക് നടക്കുന്ന മഹാസമ്മേളനത്തിൽ നൂരി ഷാ തങ്ങളുടെ പൗത്രൻ
സയ്യിദ് അഹമ്മദ് മുഹിയുദ്ദീൻ ജിലാനി നൂറിശാനി ഹൈദരാബാദ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിൽസില നൂരിയയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി ഒരുക്കുന്നത്. കേരള മുസ്ലിങ്ങളുടെ ആത്മീയ വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തിയ പണ്ഡിതനായിരുന്നു നൂറുൽ മഷായിഖ് എന്ന സവിശേഷ പേരിൽ അറിയപ്പെടുന്ന നൂരിഷാ ജിലാനി തങ്ങൾ. നൂരിഷാ തങ്ങൾ കേരളത്തിൽ വന്നതിൻ്റെ 75-ാം വാർഷികം മലയാള മണ്ണിൽ ദിവ്യ പ്രകാശമായി നൂരിഷാ തങ്ങൾ എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. 22-ന് വൈകിട്ട് 7-ന് പെരിന്തൽമണ്ണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ഹസ്രത്ത് നൂരി നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ 23-ാമത്തെ പൗത്രൻ ശംസുൽ മഷായിഖ് അഹമ്മദ് മുഹിയുദ്ദീൻ ജീലാനി നൂരിഷാ ഷാനി ചിസ്റ്റി ഖാദിരി ഹൈദരാബാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 90 വരെ മഹാനവറുകൾ പ്രവർത്തിച്ച് ആ പ്രവർത്തനത്തിൻ്റെ പിന്തുടർച്ചയായിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ജാനസീൻ മൂത്ത മകൻ സയ്യിദ് ആരിഫുദ്ദീൻ ജീലാനി ഖദ്ദസുല്ലാഹു സുറൂമ മുഹമ്മദ് ആരിഫുദ്ദീൻ ജീലാനി ഖദ്ദസുല്ലാഹു സുറൂമ മഹാനവറുകളും 10-32 കൊല്ലം മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നവരെ പ്രവർത്തിക്കുകയും കേരളത്തിൻ്റെ അങ്ങേ ഭാഗം മുതൽ ഒറ്റൊരറ്റം വരേക്കും മഹാനവറുടെ നീണ്ട പ്രവർത്തനം വളരെ ഉചിതമായി തരീഫത്ത് കോൺഫറൻസ്, അതുപോലെ തെർബിയത്ത് ക്യാമ്പ് എന്നൊക്കെ തുടങ്ങിയുള്ള പേരിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും വളരെയധികം മദ്രസകളും അതേപോലെ തന്നെ ഖാൻഗാഹുകളും സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആ പ്രവർത്തനത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ അത് ഇന്ന് 75-ാമത്തെ വാർഷികമായിട്ട് നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട അവരുടെ പിൻഗാമിയായ നൂരിഷാ സാനി തവ്വലല്ലാഹു ഉംറഹു, ആ മഹാനവറുകൾ ഷംസുൽ മഷായിഖ് നൂരിഷാ സാനി തവ്വലല്ലാഹു ഉംറഹു മഹാനവറുകളുടെ നേതൃത്വത്തിൽ അവരുടെ അധ്യക്ഷതയിലാണ് അവരാണിത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു കൊല്ലത്തെ നീണ്ടു നിൽക്കുന്ന ഈ പ്രചരണം പരിപാടി ഈ മുസ്ലിം കേരളത്തിന് പ്രത്യേകിച്ചും ഈ മഹത്തായ ദൗത്യം, ഈ വിഷയം ഈമാനികമായ വിശ്വാസപരമായ ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രത്യേകമായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മഹാനവറുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 75 വർഷം മുമ്പാണ് നൂരിഷാ തങ്ങളുടെ വരവോടെ കേരളക്കരയിൽ ഖാൻഖാവുകളും അവിടങ്ങൾ കേന്ദ്രീകരിച്ച് മത പഠനശാലകളും ആരംഭിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും സുപ്രധാനമായ നിരവധി സമ്മേളനങ്ങളിൽ പങ്കെടുത്തും ത്വരീഖത്ത് കോൺഫറൻസുകൾക്കും ആത്മീയ തർബീയത്ത് ക്യാമ്പുകൾക്കും നേതൃത്വം നൽകിയുമാണ് പ്രബോധന രംഗത്ത് പ്രവർത്തിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ അന്ന് ജീവിച്ചിരുന്ന കുത്തുബി മുഹമ്മദ് മുസ്ലിം നബറല്ലാഹു മർക്കദു, പറവണ്ണ മദീൻകുട്ടി മുസ്ലിം നബറല്ലാഹു, അതുപോലെ അബ്ദുൽ ബാരി മുസ്ലിം നബറല്ലാഹു തുടങ്ങിയുള്ള ഉന്നതരായ മഹാന്മാരുടെ നേതൃത്വത്തിൽ അക്കാലത്ത് ദീനീ രംഗത്ത് ഒരു പ്രവർത്തനം, ആത്മീയമായ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി വടകര ഉസ്താദുലും മദ്രസയുടെ ഒരു സമാപനത്തോടനുബന്ധിച്ച് അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം വേണമെന്നുള്ള നിലക്ക് അന്ന് ജീവിച്ചിരുന്ന കുട്ടി ഹസനാജി നബറല്ലാഹു മർക്കദു ഹസൻ അലി ഷാനൂരി എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കേരളത്തിലേക്ക് പരിചയപ്പെടുത്തി. അങ്ങനെ ഈ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എന്ന് പറഞ്ഞ മാതിരി മഹാനവറുകളുടെ നീണ്ട കാലം പ്രവർത്തിക്കുകയും ഈ മഹത്തായ ദൗത്യം പ്രത്യേകിച്ചും ത്വരീഖത്ത് കോൺഫറൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സമ്മേളനങ്ങൾ ആത്മീയ രംഗത്ത് ഈ വിഷയം ഇവിടെ വളരെ കുറച്ച് ആദ്യം മുമ്പുണ്ടായിരുന്നു. വളരെ ഊർജിതമായി പൊന്നാനി മഖ്ദൂമികളും അതുപോലെയുള്ള മമ്പറത്ത് തങ്ങളും അതുപോലെയുള്ള ഉന്നതരായ മഹാന്മാരൊക്കെ നടത്തിക്കൊണ്ടിരുന്നെങ്കിലും പിൽക്കാലത്ത് കുറച്ചു കാലം അതിന് ഒരു മങ്ങലേൽക്കുകയും സ്വാഭാവികമായി അങ്ങനെ വരാറുണ്ട്. അങ്ങനെ ഒങ്ങനേറ്റ സമയത്തായിരുന്നു മഹാനവറുകളുടെ ആഗമനം. മഹാനവറുകളോട് പരിചയപ്പെടുത്തിയത് അന്നത്തെ ജീവിച്ചിരിപ്പുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നബറല്ലാഹു മർക്കദു, അതുപോലെയുള്ള PMS പൂക്കോയ തങ്ങൾ നബറല്ലാഹു മർക്കദു, അവരൊക്കെ ഉൾക്കൊള്ളുന്ന സാദാത്യങ്ങളുടെ നേതൃത്വവും അതുപോലെ തന്നെ സമസ്തയിലെ ഉന്നതരായി പറയപ്പെട്ട പണ്ഡിതന്മാരുടെയൊക്കെ നേതൃത്വമാണ് നമ്മൾക്ക് കേരളത്തിലേക്ക് ഇവരെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ മഹാനവറുകൾ ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ത്വരീഖത്ത് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ, ത്വരീഖത്ത് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ അന്നിവിടെ സാധാരണക്കാർക്ക് അറിയില്ലായിരുന്നു. അഥവാ ദീനിൻ്റെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഈമാനികമായ വിഷയം എങ്ങനെയാണോ അമ്പിയാക്കൾ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തത്, അള്ളാഹുവിലെ അടിമകളെ കലിമ മുഖേന അള്ളാഹുവിലേക്ക് അടുപ്പിച്ചതെങ്കിൽ ആ മഹത്തായ വഴി അത് കേവലം ഒരു പുസ്തകങ്ങളിൽ കൂടിയോ പ്രസംഗങ്ങളിൽ കൂടിയല്ല, അത് അനുകരണ അടിസ്ഥാനത്തിൽ പ്രാവർത്തികമാക്കി ജീവിച്ച് കാണിച്ച ഒരു മഹാവ്യക്തിയാണ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് സയ്യിദ് നൂരിഷാ ഖദ്ദസുല്ലാഹു സിർറഹു മഹാനവർ. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അനുസ്മരിക്കാൻ കൂടിയാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സിൽസില നൂരിയ നേതാക്കളും സമ്മേളനത്തിലെത്തും.
പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്കാണ് സമ്മേളനത്തോടെ തുടക്കമാവുക എന്ന് സിൽസില നൂരിയ സംസ്ഥാന പ്രസിഡന്റ് യൂസുഫ് നിസാമി ഷാ സുഹൂരി, ജനറൽ സെക്രട്ടറി അലവി മുസ്ലിയാർ, നവാസി ഷാ സുഹൂരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭാരവാഹികളായ എം അബ്ദുള്ള മുൻഷി, സി മൂസ വാഖവി, പി ഖാജ മൊയ്യുദ്ദീൻ എന്നിവരും പങ്കെടുത്തു. വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഉദ്ഘാടനം ചെയ്ത സാംസ്കാരിക സമ്മേളനത്തോടെ 2 ദിവസമായി നടന്നു വന്നിരുന്ന കാഞ്ഞിരപ്പുഴ നേർച്ച സമാപിച്ചു. കാഞ്ഞിരപ്പുഴ നേർച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഒരുക്കിയിരുന്നത്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സുഹദാക്കൾ എന്നിവരുടെ പേരിൽ കാഞ്ഞിരപ്പുഴയിൽ 2 ദിവസമായി നടത്തിവന്ന നേർച്ചയുടെ സമാപന ദിവസത്തിൽ സംഘടിപ്പിച്ച അന്നദാനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. നേർച്ചയോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനം വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതെന്ന് എം.പി. പറഞ്ഞു. ഭക്ഷണത്തിന്റെയോ പേരിൽ ആരും പ്രവർത്തിക്കാൻ പാടില്ല. നമുക്ക് വേർതിരിക്കാം. എങ്ങനെയാ? സത്യവും അതുപോലെ തന്നെ സ്നേഹമുള്ള ആളും യഥാർത്ഥ മനുഷ്യനാണ്. മറ്റുള്ളവരുടെ വിഷമവും പ്രയാസവും മനസ്സിലാക്കാൻ കാരുണ്യമുള്ള മനസ്സുള്ളവരാണ്. മനുഷ്യത്വമുള്ള മനുഷ്യനെന്ന് പറയുന്നത്. മനുഷ്യത്വമുള്ളവരെയാണ് മനുഷ്യന്ന് വിളിക്കാൻ പാടില്ല. അല്ലെങ്കിൽ എന്താ, അയാൾക്കൊരു മൃഗത്തിന്റെ സ്വഭാവമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്ത് വേണം? നല്ല വിവേകത്തോടു കൂടി ഓരോ കാര്യങ്ങളും നോക്കിക്കാണാൻ കഴിയും. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഒരുപോലെ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അവർക്കെല്ലാവർക്കും ജീവിക്കാൻ ഒരു സമയം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഈ ഭൂമിക്കും പ്രകൃതിക്കും എല്ലാ ചരാചരങ്ങൾക്കും ഒക്കെ നന്മ ചെയ്യാൻ വേണ്ടിയാണ്. ഒരിക്കലും ഒരാളെ കൊല്ലാനോ ദ്രോഹിക്കാനോ ഇല്ലാതാക്കാനോ അധികാരം നമുക്കാർക്കും ഇല്ല. അത് പ്രകൃതി ദൈവത്തിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതൊരു ശക്തിക്ക് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാൻ പാടില്ല. ഡോക്ടർ ഉസ്താദ് ഉസ്മാൻ സൈനി അൽ ഖാദരി അധ്യക്ഷത വഹിച്ചു. വിശ്വാസികൾക്ക് അന്നദാനം നൽകുക, ഒപ്പം കഴിഞ്ഞുപോയവരെ അനുസ്മരിക്കുക എന്നതാണ് കാഞ്ഞിരപ്പുഴ നേർച്ചയുടെ ലക്ഷ്യമെന്ന് ഉസ്താദ് സൈനി പറഞ്ഞു. ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഉപ്പ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും, അതായത് പുണ്യ ആത്മാക്കളുടെ പേരിൽ ചില കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്ത ഖുർആനിക ട്രീറ്റ്മെന്റിന്റെ ചില ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച പണവും മറ്റ് വസ്തുക്കളും ഈ നാട്ടിലുള്ളവർക്കും വിശ്വാസികൾക്കും അന്നദാനം ഉണ്ടാക്കി വിതരണം ചെയ്യുക, മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ അനുസ്മരിക്കുക എന്നുള്ളതാണ് കാഞ്ഞിരപ്പുഴ നേർച്ചയുടെ ആകെത്തുക ഉദ്ദേശം. സ്വാമി ആത്മദാസ് എമി ഗുരുജി, ഫാദർ CM സക്കറിയ, ഷുഹൈബുൾ ഹൈദമി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോയ് ജോസഫ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരുണോലിക്കൽ, C അച്യുതൻ നായർ, നിസാർ മുഹമ്മദ്, CT അലി, ചെറൂട്ടി മുഹമ്മദ്, ജലീൽ കൊളമ്പൻ, PK ലത്തീഫ്, സദഖത്തുള്ള പടലത്ത് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് റിവായി റാത്തിബ്, ദുആ സമ്മേളനം, അന്നദാനം എന്നിവ നടത്തി. മാരായമംഗലം വേങ്ങനാട്ട് ക്ഷേത്രകണ്ഠത്തിൽ നിന്ന് മുളയങ്കാവിലേക്കുള്ള 5ാം വേല ആഘോഷ പരിപാടികൾ വർണ്ണാഭമായി. രാവിലെ മുതൽ ആരംഭിച്ച പരിപാടിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മുളയങ്കാവ് ക്ഷേത്രത്തിലെ 5ാം വേല ആഘോഷത്തോടനുബന്ധിച്ചാണ് മാരായമംഗലം ദേശത്തു നിന്നുള്ള ദേശവേല വേങ്ങനാട്ട് ക്ഷേത്രകണ്ഠത്തിൽ വിപുലമായ പരിപാടികളോടെ ഞായറാഴ്ച ആഘോഷിച്ചത്. രാവിലെ 9 മണിക്ക് നടന്ന കൊട്ടിയറിയിക്കൽ പരിപാടിയോടെ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു. 9:30 പ്രശസ്ത താളവാദ്യ കലാകാരൻ രാജീവ് മാരായമംഗലത്തിൻ്റെ പുത്രൻ ശ്രീനന്ദ് മാരായമംഗലത്തിൻ്റെ പിയാനോ കച്ചേരി, തുടർന്ന് മാരായമംഗലം ടീം പൊൻപുലരിയുടെ വീരനടനം, ഇരിങ്ങാലക്കുട കൈഷോരി നാട്യകലാ തരംഗം അവതരിപ്പിച്ച നൃത്ത ഭക്തിലയം എന്നിവ ഉണ്ടായി. മുളയങ്കാവ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ R രത്മേഷിനെ വേലക്കമ്മിറ്റി ആദരിച്ചു. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മുളയങ്കാവ് ഗംഗാധരനും സംഘവും അവതരിപ്പിച്ച തായമ്പക, തുടർന്ന് 3:45 വേലക്കണ്ടത്തിലേക്ക് വേലവരവ്, വൈകിട്ട് 4 മണിക്ക് അമ്പലപ്പാറ ഗ്രാമകലയുടെ നാടൻപാട്ട്, വൈകിട്ട് 6 മണിക്ക് സുരേഷ് കലാഭവൻ ദേവരി സുരേഷാൻ റെഡ് ആർമി അവതരിപ്പിച്ച ശിങ്കാരി ഫ്യൂഷൻ, ലയതരംഗം, വൈകിട്ട് 6:30 മുളയങ്കാവ് ഗംഗാധരൻ, രാജീവ് മാരായമംഗലം എന്നിവർ നേതൃത്വം നൽകിയ ആൽത്തറമേളം എന്നിവയും നടന്നു. തുടർന്ന് 7 മണിക്ക് വെളിച്ചപ്പാടിൻ്റെ നൃത്തവും 7:30 ചൈനീസ് വെടിക്കെട്ടിനും ശേഷം വേലകളികളോടെ മുളയങ്കാവിലേക്ക് വേല പുറപ്പെട്ടു. മുളയങ്കാവിലേക്ക് ഉള്ള 5ാം വേല ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷുവിന് തുടങ്ങിയ ശേഷമാണ് നമ്മൾ ഈ മുളയങ്കാവിലെ ഭഗവതിക്കുള്ള വേലകളുടെ തുടക്കം കുറിക്കുന്നത്. മേടം 1-ാം തീയതിയാണ് സാധാരണ വിഷു വരാറ്. എന്നാൽ ചില വർഷങ്ങളിൽ 2-ാം തീയതി വിഷു വരാറുണ്ട്. ഈ വിഷുവിനെ കണക്കാക്കിയിട്ടാണ് മുളയങ്കാവിലെ ഭഗവതിക്കുള്ള വേലയുടെ പുറപ്പാട് തുടങ്ങാറുള്ളത്. നമ്മൾ മാരായമംഗലം ദേശം
ദേശത്തിന് മുളയങ്കാൽ ഭഗവതി സന്നിധിയിൽ പ്രത്യേക അവകാശങ്ങളൊന്നുമില്ല. നമ്മൾ പുറമത്ര ദേശം, അതായത് മുളയങ്കാൽ ഭഗവതിക്ക് 10 തറകളാണുള്ളത്. അതിൽ പുറമത്ര ദേശക്കാരുടെ ഒന്നിച്ചാണ് നമ്മൾ മാരായമംഗലം ദേശവേല ആഘോഷിക്കാറ്. ഇവിടെ ഈ ദേശവേല തുടങ്ങിയിട്ട് എൻ്റെ വളരെ പഴക്കം വളരെ പൂർവികമായിട്ടുള്ളതാണ്. അത് പല സ്ഥലത്തും നടത്തിയിട്ടുണ്ട്. ആദ്യം ഇവിടെ ഒരു ചെണ്ടട്ടുവാല് എന്നൊരു ആയലുണ്ട്. ആയലിൻ്റെ ചുവട്ടിൽ നിന്നാണ് തുടങ്ങിയത്. എൻ്റെ കാരണവന്മാരായ എൻ്റെ അമ്മാവനായ പറമ്പത്തെ കുട്ടീഷൻ നായരും അവഞ്ഞക്കാട്ട് നായരൻ നായരും മുതലവർ പറഞ്ഞ് കേട്ടുള്ള വിവരമേ അതിനുശേഷം വാഴങ്കുന്നത്ത് എന്ന സ്ഥലത്തുണ്ടായിട്ടുണ്ട്. ശേഷം ഇവിടെ 5-ാം വേല കണ്ടം ഇതിനു മുമ്പ് നടന്നിരുന്ന 5-ാം വേല കണ്ടതിൽ നടക്കുകയുണ്ടായി. എന്നാൽ കാലത്തിനനുസരിച്ച് നമ്മൾ കാലത്തിനനുസരിച്ച് പരിപാടികൾ മാറ്റം വരുത്തേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് ഉള്ള സൗകര്യം കണക്കിലെടുത്ത് 2-3 വർഷമായി ക്ഷേത്രത്തിനടുത്തുള്ള ഈ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. എല്ലാ കാലത്തിനനുസരിച്ചുള്ള വേലകൾക്കും മാറ്റങ്ങളും രൂപങ്ങൾക്കും മാറ്റങ്ങളും വന്നിട്ടുണ്ട്. പണ്ട് ഒരു 3 മണിക്ക് ശേഷമാണ് പരിപാടികൾ തുടങ്ങിയിരുന്നുള്ളൂ. ഇപ്പോൾ ആഘോഷങ്ങൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്ന് പരിപാടികൾ രാവിലെ മുതൽ തന്നെ തുടങ്ങി വളരെ ഭംഗിയായി നടത്തുകയാണ്. വെൽഫെയർ പാർട്ടി 15 വർഷം പൂർത്തീകരിച്ചതിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പാർട്ടി പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിലേക്കാണ് രക്തം ദാനം ചെയ്തത്. ഈ വേനലിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിൽ ആവശ്യത്തിന് രക്തം ലഭ്യമല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. ഈ പ്രശ്നം പരിഹരിക്കാൻ കൂടിയാണ് വെൽഫെയർ പാർട്ടി സ്ഥാപക ദിനത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. സാമൂഹ്യനീതിക്കായി നിലകൊള്ളുന്ന വെൽഫെയർ പാർട്ടിക്ക് സേവന പ്രവർത്തനങ്ങൾ ഒഴിച്ചുകൂടാനാവില്ലെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഹൈദർ താഴെക്കോട് പറഞ്ഞു. നിരവധി പ്രശ്നങ്ങളിൽ ജനകീയമായ പ്രശ്നങ്ങൾ ഇടപെടുകയും അതുപോലെ തന്നെ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയത്തിനായി സാമൂഹ്യ നീതിയുടെ സാക്ഷാത്കാരത്തിനായി പിറവി കൊള്ളുകയും ചെയ്ത ഈ പ്രസ്ഥാനത്തിന് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖലയാണ് സേവന മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സേവന പ്രവർത്തനത്തിലൂടെ ഈ 1.5 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഈ വെൽഫെയർ പാർട്ടിയുടെ ഈ ജന്മദിനം ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കിൽ ബ്ലഡിന്റെ ഷോർട്ടേജ് ഉണ്ട് എന്ന് അറിയുകയും അത് പത്രവാർത്തയിലൂടെയൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ഈ ജന്മദിന പ്രവർത്തനമായിട്ട് ആദ്യമായി തെരഞ്ഞെടുത്ത് ഇവിടെ ഒരു രക്തദാന ക്യാമ്പ് നടത്തിക്കൊണ്ട് ആ ഷോർട്ടേജ് പരിഹരിക്കുക എന്നതാണ്. നിരവധി പ്രവർത്തകർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 5 മണി വരെ ഞങ്ങളുടെ ഈ രക്തദാനം ഇവിടെ തുടരും. എന്നിട്ടും അവസാനിച്ചില്ലെങ്കിൽ നാളെയും തുടരുന്നതാണ്. എല്ലാ പ്രവർത്തകരും അനുഭാവികളും അല്ലാത്തവരും ഒക്കെ ഈ മഹാസംരംഭത്തോട് സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പാർട്ടിയുടെ പേരിൽ അഭിവാദ്യം ചെയ്യുകയാണ്. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ അത്തീഖ് ശാന്തപുരം, FITU ജില്ലാ കമ്മിറ്റി അംഗം PT അബൂബക്കർ, P റഹ്മത്ത്, NP മുനീർ തൂത എന്നിവർ സംസാരിച്ചു. അഷ്റഫ് കണ്ടപ്പത്ത്, നിസാർ പെരിന്തൽമണ്ണ, അൻവർ കക്കൂത്ത്, അസ്ലം കല്ലടി, T അമീൻ, VK ഷാഹിന, ME നുസൈബ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. ആഘോഷങ്ങളും ബിസിനസ് മീറ്റുകളും ഇനി അന്താരാഷ്ട്ര നിലവാരത്തിൽ. മണ്ണാർക്കാട് ആസ്ഥാനമായ അമാന ബെസ്റ്റ് ലൈഡ് സൊസൈറ്റി ഗ്രൂപ്പിന്റെ നൂതന സംരംഭമായ സെലിബ്രിയ കൺവെൻഷൻ സെന്റർ മണ്ണാർക്കാട് കോടതിപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ABS ഗ്രൂപ്പിന്റെ 2026 പ്രൊജക്റ്റാണ് സെലിബ്രിയ കൺവെൻഷൻ സെന്റർ ഹാൾസ്. ഇന്ന് ഏപ്രിൽ 18-ാം തീയതി ഇന്ന് അതിന് മണ്ണാർക്കാട്ടെ ചെയർപേഴ്സൺ, അതോടൊപ്പം തന്നെ മണ്ണാർക്കാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രമുഖ രംഗത്തെ വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. സെലിബ്രിയ കൺവെൻഷൻ ഹാളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 ഹാളുകളായിട്ടാണ് ഇതിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ക്രൗൺ ടേബിൾ, ഗാലക്സി ഹാൾ, അതോടൊപ്പം തന്നെ റെയിൻബോ ഹാൾ. ഇപ്പം നമുക്കറിയാം മണ്ണാർക്കാട് ദൈനംദിനം നമ്മുടെ ബിസിനസ് രംഗത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് മീറ്റിങ്ങുകൾ, ബിസിനസ് ട്രെയിനിങ്ങുകൾ, അതോടൊപ്പം പ്രസ് മീറ്റിംഗ് എന്നിങ്ങനെയുള്ള ട്രെയിനിങ് ക്ലാസ്സുകൾക്കൊക്കെ വേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ച ആധുനിക ഹൈടെക് സൗകര്യങ്ങളോടുകൂടി
സജ്ജീകരിച്ച ഒരു കോൺഫറൻസ് ഹാളാണ് ക്രൗൺ ടേബിൾ. അതോടൊപ്പം തന്നെ വെഡ്ഡിംഗ് പാർട്ടികൾ, വെഡ്ഡിംഗ് ഫംഗ്ഷൻ, റിസപ്ഷന്, അതോടൊപ്പം കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടികൾ, സെലിബ്രേഷൻ എല്ലാത്തിനും വേണ്ടിയിട്ട് ഗാലക്സി ഹാള്, അതോടൊപ്പം തന്നെ റെയിൻബോ ഹാൾ എന്നിങ്ങനെ സജ്ജീകരിച്ചിട്ടുണ്ട്. ABS ഗ്രൂപ്പിന് നാളെ ഇതുവരെ മണ്ണാർക്കാട് നൽകിയ എല്ലാവിധ സഹകരണത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടായിരിക്കണമെന്ന് പ്രതീക്ഷയോടും താങ്ക് യു. ഗാലക്സി ഹാളിന്റെ ഉദ്ഘാടനം മണ്ണാർക്കാട് നഗരസഭാ ചെയർപേഴ്സൺ K. സജ്ന നിർവഹിച്ചു. റെയിൻബോ ഹാൾ ഉദ്ഘാടനം പ്രശസ്ത പിന്നണി ഗായിക തീർത്ഥ സുഭാഷ് നിർവഹിച്ചു. പാലക്കാട് ജില്ലയിലെ ആദ്യ ബിസിനസ് പ്ലാറ്റ്ഫോമായ സെലിബ്രിയ ക്രൗൺ ടേബിൾ ബിസിനസ് കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം പഴേരി ഗ്രൂപ്പ് ചെയർമാൻ പഴേരി ഷെരീഫ് ഹാജി നിർവഹിച്ചു. തുടർന്ന് ഗാലക്സി ഹാളിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ K. സജ്ന ഉദ്ഘാടനം ചെയ്തു. ABS ഗ്രൂപ്പ് ചെയർമാൻ KVA റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, വ്യാപാര രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ABS ഗ്രൂപ്പ് ജീവനക്കാർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. തൂത ദാറുൽ ഉലൂം ഹുദവി ക്യാമ്പസ് സ്റ്റുഡൻസ് യൂണിയൻ ഇഹ്സാസ് എന്ന പേരിൽ രൂപീകരിച്ചു. പാണക്കാട് റാജി അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രസക്തി ഊന്നിപ്പറഞ്ഞ റാജി അലി ശിഹാബ് തങ്ങൾ വിദ്യാർത്ഥി സംഘടന ഇസ്ഹാസ് സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള വേദിയാകട്ടെ എന്നും ആശംസിച്ചു. ദാറുൽ ഉലൂം വൈസ് പ്രിൻസിപ്പാൾ ഇസ്ഹാഖ് ഹുദവി വെങ്ങാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഹുദവി കോണോമ്പാറ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പ്രമുഖ സൂഫി ചിന്തകൻ സി ഹംസ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കാനുള്ള പർസ്യൂട്ട്, വിദ്യാർത്ഥികളുടെ മൂല്യനിർണ്ണയ പദ്ധതിയായ തവാസുൻ എന്നീ പദ്ധതികളുടെ ലോഗോ പ്രകാശനവും റാജി അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പ്രിൻസിപ്പാൾ സാലി ഹുദവിക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. നസീ ഹുദവി വലമ്പൂർ, സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് നിഷാദ് വെള്ളില, സാലി ഹുദവി തൂത, ആഷിഖ് ഹുദവി മങ്കട, നാജിൽ പരപ്പനങ്ങാടി തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടൂർ ശ്രീ ധർമ്മീശ്വരം ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തോടും അനുബന്ധിച്ച് നടന്ന രുക്മിണി സ്വയംവരം ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. യജ്ഞാചാര്യൻ മിഥുനപ്പിള്ളി വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സപ്താഹ ചടങ്ങുകൾ നടക്കുന്നത്. ഏപ്രിൽ 14 ആരംഭിച്ച സപ്താഹയജ്ഞം 21 സമാപിക്കും. തുടർന്ന് ഏപ്രിൽ 22 ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വനിതാ സംവരണം, ഡീലിമിറ്റേഷൻ വിഷയങ്ങളിൽ പാർലമെന്റിൽ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് സ്ത്രീവിരുദ്ധമെന്ന് മഹിളാ മോർച്ച നേതാക്കൾ. സ്ത്രീ ജനതയെ വഞ്ചിക്കുന്ന സമീപനമാണ് ഈ പാർട്ടികൾ പാർലമെന്റിൽ സ്വീകരിച്ചതെന്നും മഹിളാ മോർച്ച. കടുത്ത ചൂട്. പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ കലക്ടർ. ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവ്. ഓൺലൈൻ പഠനം തുടരാം. പൊള്ളുന്ന വേനലിൽ കുളിർ പകരും കാഴ്ചയായി തൂതപ്പുഴയിലെ ഏളാട് മപ്പാട്ടുകര തടയണ. ദിവസവും എത്തുന്നത് 100 കണക്കിന് സന്ദർശകർ. 10ഓളം പേർക്ക് ജീവൻ നഷ്ടമായ തടയണയിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാർ. പട്ടാമ്പി പാലക്കാട് റൂട്ടിൽ വാടാനാംകുറിശി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യത്തിൽ. പൂവണിഞ്ഞത് പതിറ്റാണ്ടുകളായുള്ള സ്വപ്നം. പാലത്തിലൂടെ വാഹനങ്ങൾ ഓടി തുടങ്ങി. അവസാന മിനുക്കുപണികൾ പൂർത്തിയാക്കി. ഉദ്ഘാടനം ഉടൻ. മണ്ണാർക്കാട് തോരാപുരത്ത് പ്രവർത്തനം തുടങ്ങിയ സ്വകാര്യ ചിൽഡ്രൻസ് പാർക്കിനെതിരെ നാട്ടുകാർ. കുട്ടികളുടെ റൈഡുകൾക്ക് സുരക്ഷയില്ലെന്നും പാർക്കിന്റെ പ്രവർത്തനം സ്വൈര്യജീവിതത്തെ ബാധിക്കുന്നതായും പരാതി. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ നഗരസഭയിലെത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.